നമസ്കാരം. ഞങ്ങൾ കാനഡയിലുള്ള ആഫ്രിക്കൻ ലയൺ സഫാരിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 100 കിലോമീറ്റർ അകലെ ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സഫാരി. നമ്മൾ അകത്ത് കയറിയപ്പോൾ തന്നെ ഒരു സിംഹം യാതൊരു മൂടുമില്ലാതെ, നാട്ടിലെ പ്രജകളെ കാണാൻ താല്പര്യമില്ലാതെ അങ്ങോട്ട് തിരിഞ്ഞെന്തോ ചിന്തയിലാർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ അതിൻ്റെ മൈതാനത്ത് തന്നെ ഒരു പ്രണയ ജോഡികളെ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഭയങ്കര സ്നേഹത്തിലാണെന്നാണ് തോന്നുന്നത്. അവർ തമ്മിൽ പിണക്കമൊന്നുമില്ല, പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്. നമുക്ക് കാറിനുള്ളിൽ മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ, പുറത്തിറങ്ങാൻ പറ്റില്ല. വിശാലമായ ഏക്കർ കണക്കിന് സ്ഥലം ഇവർക്ക് വേണ്ടി അവർ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ രാജാവിൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ അതിൻ്റെ താഴെ വെയിൽ കൊള്ളാതെ തണലത്ത് മുഖം തിരിച്ചിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു തടാകം പോലെയുള്ള ഒരു സ്ഥലമാണ് കാണുന്നത്. അവിടെ ഇഷ്ടം പോലെ അരയന്നങ്ങളും ഓസ്ട്രിച്ചും ഒക്കെ കാണാം. നമുക്ക് വെയിൽ കൊടുത്തിരിക്കുകയാണ് ഇവരെല്ലാവരും. അടുത്ത പ്രദേശത്തേക്ക് നമ്മൾ ഓരോ വണ്ടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഒട്ടകപ്പക്ഷിയാണ്. രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. ഈ കാണുന്ന നമ്മുടെ നാട്ടിലുള്ള കാളയുടെ രൂപമുള്ള ഒരു മൃഗമാണ്. കാളയാണെന്ന് തോന്നുന്നു. അവരുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് നമുക്ക് കാളയുടെ ഒരു ലുക്കും ഒക്കെ ഉണ്ട്. കാള തന്നെയാണ്, പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, അതിലും വ്യത്യസ്തമായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ കാണുന്നത് മാൻകുട്ടികളാണ്. അല്ല, അതാണ് മാൻകുട്ടിയല്ല, ജിറാഫാണ്. ജിറാഫിനെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ജിറാഫുണ്ട്. നല്ല വൃത്തിയും വെടുപ്പുമുള്ള നല്ല ഭംഗിയുള്ള ജിറാഫാണ്. നമ്മുടെ മുന്നിൽ ഈ പോകുന്ന എല്ലാ ആൾക്കാർ സഫാരിയിലേക്കുള്ള ടൂറിസ്റ്റുകളാണ്. ഇവിടെ ഹിപ്പോയുടെ രൂപത്തിലുള്ള ഒരു വലിയ മൃഗമാണ്. നമ്മൾ പുല്ലാണ് അവർ തിന്നുന്നതെന്ന് തോന്നുന്നു. അവരുടെ കുട്ടികളും ഉണ്ട്. 2-3 കുട്ടികൾ അതിലെ നടക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഓരോ രീതിയിലുള്ള പക്ഷികൾ, ജിറാഫൊക്കെ ജോഡി കണക്കിനുണ്ട്. ജിറാഫ് നടന്ന് നമ്മളുടെ വണ്ടിക്ക് മുന്നിലൂടെ യാതൊരു പേടിയുമില്ലാതെ കടന്നു പോകും. അവർക്കുള്ള ഭക്ഷണം അവരിങ്ങനെ പൊക്കത്തിലൊരു പാത്രത്തിൽ വെച്ചിരിക്കും. ഇവരത് അതിനകത്തുനിന്നാണ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. താഴെ ഇട്ട് കൊടുത്താൽ അതുങ്ങൾക്ക് കഴിക്കാൻ പാടാണ്. നമ്മളെ വെയിറ്റ് ചെയ്യിച്ച് അവർ ഓരോരുത്തരായിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ഇതുങ്ങളെയൊക്കെ കാണാനായിട്ടേ. കണ്ടോ, ഒന്നിനു പുറകെ ഒന്നായിട്ട് വീണ്ടും വരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നോ ഒന്നും അവർക്കറിയില്ല. വീണ്ടും അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ജിറാഫാണ്. പക്ഷെ ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല, പാവങ്ങളാണ്. അവർക്ക് ഭക്ഷണമായിട്ട് വരുന്ന ഈ ട്രക്കോ ജീപ്പോ ഒക്കെ ഉണ്ട്. ആ കറുത്ത വണ്ടി കാണുന്നത് ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടിരുന്ന വണ്ടിയാണ്. ബാക്കി കാറുകളൊക്കെ ഇതുപോലെ സഫാരി കാണാൻ വരുന്ന ആൾക്കാർ. ഇതൊരു ഒട്ടകപ്പക്ഷിയാണ്. പുള്ളി വെയിലത്ത് നിന്ന് മേയുവാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇതൊരു ജിറാഫ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുത്ത പുല്ലോ കമ്പോ എടുത്ത് കണ്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണത്. അവർക്ക് വെള്ളം കുടിക്കാനാണേലും പരിസരത്ത് ഒരു ചെറിയ തടാകം പോലെ വെള്ളമുണ്ട്. അവർ അതിനകത്ത് പോയി വെള്ളം കാണുന്നതൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഇത്രയും കാലിന് നീളമുള്ളതുകൊണ്ട് അവർക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവർ വെള്ളം കുടിക്കാൻ പോകുന്നത് ഇതാണ്. അവർ ഭക്ഷണം കഴിക്കുന്നത് ഇത്രയും പൊക്കത്തിലാണ് അവർക്കുള്ള തീറ്റ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. കണ്ടോ അത് കഴിക്കുന്നത്? ഇതുണ്ടോ വെള്ളം കുടിക്കുന്നത്? എന്ത് ബുദ്ധിമുട്ടിയാണ് അവർ വെള്ളം കുടിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അവരുടെ കാലിങ്ങനെ വളച്ച് വെച്ച് വളരെ ബുദ്ധിമുട്ടി വെള്ളം കുടിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്.
ഉണ്ടോ കാൽ രണ്ട് സൈഡിലേക്കും കൈ രണ്ട് സൈഡിലേക്കും നീട്ടി കുനിഞ്ഞെത്തി വലിഞ്ഞാണ് അവർ വെള്ളം കുടിക്കുന്നത്. മുട്ട് മടക്കി മുട്ടയിൽ നിന്ന് വെള്ളം കുടിക്കാൻ അതുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. കണ്ടോ വെള്ളം കുടിക്കുന്ന ഭാഗം. വെള്ളത്തിൽ ഇറങ്ങുമൊന്നുമില്ല അവർ. എന്നിട്ട് എല്ലാവരെയും വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. വെള്ളം വേണ്ടിയവർ വന്ന് കുടിക്കും മക്കളെ എന്ന് അവർ പറയുന്നുണ്ടേ. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്നത് കലമാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവരുടെ കൊമ്പ് കണ്ടോ, നല്ല ചുള്ളിക്കമ്പ് പോലെയുള്ള കറുത്ത നിറത്തിലുള്ള മാൻ്റെ രൂപമാണ് അവർക്കുള്ളത്. ഉണ്ടോ? അവരെല്ലാം വെയിൽ കൂടുമ്പോൾ അവർക്കായിട്ടുള്ള വീടുണ്ട്, ഷെൽട്ടറുണ്ട്. അതിനകത്ത് കയറി അവർ നിൽക്കും, തണലത്തൊക്കെ കയറി നിൽക്കും. കുട്ടികളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. ഇതാണ് അവരുടെ വീട്. മഴയാണാലും അതുപോലെ തന്നെ ഇവിടെ സ്നോയുടെ കാലം വരുമ്പോൾ ഇവരെയൊക്കെ പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനാണ് ഈ പുള്ളിമാൻ പോലെയാണ് ഇതിനെ തോന്നുന്നത്. നല്ല വൃത്തി വെടിപ്പുള്ളത്. അതിൻ്റെ ഗോൾഡൻ കളറിൽ വെള്ള ഡോട്ട്. അപ്പോൾ പുള്ളിമാനാകാനാണ് സാധ്യത. നല്ല കൊമ്പുകളും ഉണ്ട് അവർക്ക്. ഒത്തിരി ഒരു 10-100 പുള്ളിമാൻ ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കുട്ടികളും ഒക്കെ അതിനകത്തുണ്ട്. ഒരു പുല്ലാണ് ഈ തിന്നുന്നത്. അവർക്കുള്ള തീറ്റ വേറെ കൊടുക്കും, എന്നാലും അവർ പുല്ല് ഉണ്ടോ. അവർക്ക് യാതൊരു വഴക്കോ പരിഫോ ഒന്നുമില്ല. വളരെ കൂളാണ് അവർ. ഇവിടെ ഒത്തിരി ഉണ്ടത്. പൊന്മാൻ്റെ ഷേപ്പാണ് അവർക്ക്. കുറേ പേര് തിന്നും അടുത്ത് വെയിൽ കൊണ്ട് കിടക്കുന്നു. കുറേ പേര് പുല്ല് തിന്നുന്നു. അടുത്തത് നമ്മൾ കാട്ടുപോത്തിൻ്റെ ഒരു രൂപമുള്ള കുറേ എണ്ണമാണ്. അവർ ചെളിക്കകത്താണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലും പോത്തൊക്കെ വെള്ളത്തിലും ചെളിയിലൊക്കെ ഇറങ്ങുമല്ലോ. അതുകൊണ്ട് ഞങ്ങളും വിചാരിച്ചു ഇവിടുത്തെ കാട്ടുപോത്തായിരിക്കും. കാട്ടുപോത്ത് പോലെ തന്നെ ഇരിക്കുന്നു. ഭയങ്കര വലുപ്പമുള്ള മൃഗമാണ്. നമ്മൾ ഗ്ലാസ്സിനകത്തൂടെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഗ്ലാസ് താത്താൻ അവർ സമ്മതിക്കത്തില്ല. വെള്ളത്തിൽ അതുങ്ങൾ വളരെ ശാന്തമായിട്ടാണ് നിൽക്കുന്നത്. വെള്ളത്തിൽ കിടക്കുന്നതായിട്ട് കണ്ടില്ല. ഭയങ്കര ചൂടുള്ള സമയമാണ് ഇപ്പം. ഇതും കാളയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അകലെ നിന്നാണ് നമ്മൾ കാണുന്നത്. നല്ല കൊമ്പൊക്കെ ഉള്ള കാള. നമ്മൾ കമ്പത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന സൈസ് കാള. അത് നമ്മളെ കാണുമ്പോൾ മറഞ്ഞു പോവുകയാണ്. വണ്ടി കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും കൂടി വരുന്നുണ്ട്. നമ്മളുടെ കറക്റ്റ് സൈഡിൽ വേറൊരു വാഹനം, ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തിയോണ്ട് നമുക്ക് അവരുടെ ഫോട്ടോ നല്ലതുപോലെ എടുക്കാൻ സാധിച്ചില്ല. അടുത്ത് നമ്മൾ കാണുന്നത് ആടാണ്. നമ്മുടെ നാട്ടിൽ പോലെയുള്ള ആടാണ്. കുറച്ചും കൂടെ വലിപ്പം കൂടിയ സൈസാണെന്നേ ഉള്ളൂ. ഇച്ചിരി വണ്ണം കൂടിയ സൈസ് ആടാണ്. ഈ കാണുന്ന നല്ല സുന്ദരനായ സ്കുരൽ മങ്കിയാണ്. അവനെ കാണാൻ നല്ല ഭംഗിയാണ്. ഗോൾഡൻ കളറാണ് അവനുള്ളത്. സ്കുരൽ മങ്കി എന്നാണ് അവൻ്റെ പേര് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള പരിസരമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും തടാകങ്ങളുണ്ട്. അവിടെ വെള്ളവും ഉണ്ട്. മൃഗങ്ങൾക്ക് കുളിക്കാനും കുടിക്കാനും നമുക്ക് ബോട്ടിങ്ങിനും അവിടെ സൗകര്യമുണ്ട്.